മറ്റ് മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിശാലത എല്ലാവരിലും ഉണ്ടാകണമെന്ന് കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് മുഖ്യ ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. റംസാൻ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് പാളയം ജുമാ മസ്ജിദിലാണ് മതസൗഹാർദ്ദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ സൗഹൃദ സംഗമവും റംസാൻ പുണ്യം പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചത്. സംഗമം പാളയം ജുമാ മസ്ജിദ് മുഖ്യ ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിശാലത എല്ലാവരിലും ഉണ്ടാകണമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. മതവുമായി ബന്ധപ്പെട്ട ആളുകളിലൊക്കെ അകൽച്ചയും വെറുപ്പും വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ മനുഷ്യർക്കിടയിൽ വെറുപ്പ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളും കേന്ദ്രങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെതിരെ നമ്മളൊന്നാണ് എന്ന ഒരു സന്ദേശം ആര് എവിടെ പറയുന്നുവോ അതിൻ്റെ കൂടെ നിൽക്കണം എന്നതാണ് നമ്മുടെ ഒരു സമീപനം, നമ്മുടെ പള്ളിയുടെയും ഒരു സമീപനം. വിവിധ മതസമൂഹങ്ങൾ പരസ്പര സ്നേഹവും ബഹുമാനവും കാത്തുസൂക്ഷിക്കണമെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. ചടങ്ങിൽ റംസാൻ പുണ്യത്തിന്റെ വിതരണോദ്ഘാടനം മാധ്യമപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇത്തരമൊരു പുണ്യമാസത്തില് ആ പുസ്തകം ക്രോഡീകരിച്ച് ഈ സൗഹാർദ്ദത്തിന്റെ, ഈ മതസൗഹാർദ്ദത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ജനത്തെ ഒരു തവണ കൂടി ബോധ്യപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ ഈ മതസൗഹാർദ്ദ സമിതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ പുസ്തകം ഏറ്റുവാങ്ങി. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എസ് മുഹമ്മദ് യൂനസ് അധ്യക്ഷത വഹിച്ചു. നോളജ് സിസ്റ്റത്തിന്റെ ഗവേഷകരായ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയതാണ് റംസാൻ പുണ്യം പുസ്തകം. സെന്റ് സേവിയേഴ്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ അനിൽ സാൻജോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാഭവൻ കോഴിക്കോട് ചെയർമാൻ AK.B. നായർ മുഖ്യാതിഥിയായി. മതസൗഹൃദ സമിതി രക്ഷാധികാരികളായ MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി, പള്ളി കമ്മിറ്റി സെക്രട്ടറി C. മുഹമ്മദ് ആരിഫ്, മതസൗഹാർദ്ദ സമിതി സെക്രട്ടറി സണ്ണി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.